ഓക്കെ. പറയൂ. എന്താണ് ആൻസൈറ്റി? മലയാളത്തിൽ അത് ഉത്കണ്ഠ, ജിജ്ഞാസ എന്ന് പറയും. അത് ഒരളവില് നമുക്ക് അത്യാവശ്യമാണ്. അത് കൂടിയാലാണ് അത് ഡിസോർഡേഴ്സ് ആയിട്ട് മാറുന്നത്. ഈ ആൻസൈറ്റി നമുക്ക് നല്ലതാണോ? അത് ഗുഡ് ആണോ ബാഡ് ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. റിപ്ലൈ ചെയ്യൂ. സഫാന പറയൂ. സഫാന പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി, ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഞാൻ പറയാം. ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വറി, അത് ഒരു സ്ട്രെസ്സ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്ന് നമുക്കൊരു റെസ്പോൺസ് ഉണ്ടാകും. ആ റെസ്പോൺസ് ചില സമയത്ത് അത് നമ്മൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതെങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോണ്, അല്ലെങ്കിൽ ഒരു യാത്ര പോണ്, അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യാൻ പോണു. ആ ടൈമിലൊക്കെ ഒരു പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു തരത്തിലൊരു സ്ട്രെസ്സ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഒരു വറി, ഒരു ഫീലിംഗ് വറി, എന്ത് സംഭവിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു വറി നമ്മൾക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് അതിനെ വർക്കൗട്ട് ചെയ്യും. അത് ആ പെർഫോമൻസ് നന്നാവാൻ നോക്കും. അതൊരു മോഡറേറ്റ് ലെവലിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ആൻസൈറ്റി. പക്ഷേ അത് ഇൻ്റർവ്യൂ 1 മാസമുണ്ട്, അല്ലെങ്കിൽ എക്സാം ഇനിയും ഉണ്ട് കുറേ നാൾ, 2 മാസമുണ്ട്. പക്ഷേ ഇത് ഇപ്പോഴേ തുടങ്ങി നമ്മളിങ്ങനെ വറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇഫ് ഇറ്റ് ഐ ഫെയിൽ ഇൻ ദിസ് എക്സാം, ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ തോൽക്കോ അല്ലെങ്കിൽ ജയിക്കോ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഞാൻ തോക്കോ, എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോകാൻ പോവുകയാണ്, അവിടെ എന്തെങ്കിലും പറ്റുമോ, സംഭവിക്കുമോ, അതേപോലെ അങ്ങനെ ഉള്ളൊരു ലോങ് ടേം എക്സസീവ് വറി. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് അത് ഒരു ഡിസോർഡർ ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഡിസോർഡർ ആയിട്ട് മാറുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് നമ്മളുടെ ഡെയിലി ഫങ്ഷനിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഈ ആൻസൈറ്റി ഡിസോർഡറിൽ കുറേ ടൈപ്പ് ഓഫ് ആൻസൈറ്റി ഡിസോർഡർ ഉണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ വറീസുമായിട്ട് ഇങ്ങനെ കുറേ നാളുകൾ അങ്ങനെ പോവുകയാണെങ്കിൽ അതിന് നമ്മൾ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയും. അത് GAD. പിന്നെ പാനിക് ഡിസോർഡർ, ഈ കൂടുതൽ വറീസ് ഇങ്ങനെ ആയി പിന്നീട് അത് പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ ആയിട്ട് മാറും. അത് ഞാനിവിടെ ഈ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. പിന്നെ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, മറ്റുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യാതെ പുറമെ കുറേ ആളുകൾ ക്രൗഡഡ് ഒക്കെ കാണുമ്പോൾ ഉള്ളൊരു വറി, പേടി, ആളുകളെ അഭിമുഖീകരിക്കാൻ ഒരു പേടി, കല്യാണങ്ങൾക്ക് ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോകാൻ ഒരു പേടി, അതാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. പിന്നെയാണ് ചില കാര്യങ്ങൾക്ക് നമുക്ക് അതിനെ പറയുന്നത് സ്പെസിഫിക് ഫോബിയാസ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഹൈറ്റ്, മുകളിൽ കയറി നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു പേടി, അതിന് അക്രോഫോബിയ എന്ന് പറയും. പിന്നെ അതേപോലെ ചില ജീവികളെ കാണുമ്പോൾ, ഇൻസെക്ട്സുകളെ കാണുമ്പോൾ നമുക്കൊരു പേടി, അത് സ്പൈഡേഴ്സിനെ കാണുമ്പോഴുള്ള പേടി ഫോബിയ. അതേപോലെ ഫോബിയ, ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ ഫോബിയാസും ഉണ്ട്. അതും ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ പെട്ടതാണ്. പിന്നെയുള്ളതാണ് ഫോബിയ, അതായത് നമ്മളൊരു ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോവുക, അല്ലെങ്കിൽ പ്ലേസസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്കൊരു ഫീലിംഗ് വറി ആൻഡ് ഫിയർ, ഒരു പേടി തോന്നൽ, ഒരു വറി തോന്നൽ. അപ്പോൾ പിന്നെയുള്ളത് ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ, അതായത് ആരെങ്കിലും നമ്മുടെ അമ്മമാരോ അല്ലെങ്കിൽ പാരൻസോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ വിട്ടുപോകോ നമ്മളെ സെപ്പറേറ്റ് ചെയ്യോ എന്ന് തോന്നിയിട്ട് അതൊരു എക്സസീവായിട്ടുള്ള ഒരു വറി, കുറേ നാളത്തേക്ക് അതിന് എന്നെ ആരെങ്കിലും വിട്ടുപോകുമോ എന്നുള്ള ഒരു പേടി.
പിന്നെയാണ് അതാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. പിന്നെ അതേപോലെ വേറൊരു ഇതാണ് ഫോബിയാസ് നമ്മൾ പറഞ്ഞു. ഇനിയുള്ളതാണ് സിലക്റ്റീവ് മ്യൂട്ടിസം. ചില കുട്ടികൾ അവർ വീട്ടിൽ നല്ല സ്മാർട്ടായിരിക്കും, എല്ലാവരുടെ അടുത്തും സംസാരിക്കും. പക്ഷേ അവർ പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് അവർ ഫേസ് ചെയ്യുമ്പോൾ അവരൊന്നും മിണ്ടൂല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കും, അവർക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അത് അതും ഒരു ആൻസൈറ്റി ഡിസോർഡറാണ്. അതാണ് സെലക്റ്റീവ് മ്യൂട്ടിസം. അപ്പോൾ നമ്മൾ ഈ വറീസും ഈ ഫിയറൊക്കെ വരുന്നത് ആ ഒരു നമ്മളുടെ ബ്രെയിനിൽ ഒരു ത്രെട്ട് വരുന്നത് കൊണ്ടാണ്. അതായത് ഒരു ത്രെട്ടായി എന്തോ സംഭവിക്കാൻ പോകുന്നു. ആ ഒരു ത്രെട്ട് വരുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്, അമിഗ്ഡാല, ഒരു ആൽമണ്ട് ഷേപ്ഡ് ഒരു സ്ട്രക്ചർ. അവിടെയാണ് നമ്മൾ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നമ്മളുടെ ഈ വറീസും ഈ ടെൻഷൻസും ഒക്കെ കൺട്രോൾ ചെയ്യണ സ്ഥലം. അവിടെ നിന്ന് ഒരു കോർട്ടിസോൾ എന്നുള്ള ഒരു ഹോർമോൺ ഇത് ചെയ്യുമ്പോഴാണ് നമുക്കുള്ള ഈ വറീസൊക്കെ വരുന്നത്. അതൊരു ത്രെട്ട് നമ്മളെ ബ്രെയിൻ ഫീൽ ചെയ്യണം. അതോടുകൂടി ഈ സ്ട്രെസ് ഹോർമോൺ റിലീസ് ചെയ്യും. അവിടെ ഒരു 3 പ്രക്രിയകൾ നടക്കുന്നുണ്ട്. അതൊരു ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാം വരെയാണ്, അപ്പോൾ ഭയങ്കര വറിയാണ്, ഫിയറാണ്, നമുക്ക് എക്സാം വരെയാണ്, അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ പഠിക്കണോ, ആ ഒരു ഇത് ഫൈറ്റ് ചെയ്യും. എന്ത് ചെയ്യും, എനിക്ക് കുറേ പഠിക്കാനുണ്ടല്ലോ, ആ ഒരു ഫൈറ്റ് മനസ്സിൽ വരും. അതേപോലെ ഫ്ലൈറ്റ്, അപ്പോൾ സെക്കൻഡ് പ്രോസസ്സ് വരെയാണ്. അത് ഞാൻ എക്സാമിന് പോകും, ഞാൻ പോകണോ, അവിടെ ഇരുന്ന് എഴുതിയാൽ എനിക്ക് വരുമോ, ഞാൻ പഠിച്ചതൊക്കെ വരുമോ, ആ ഒരു ഫ്ലൈറ്റ് മോഡ്. പിന്നെ വരുന്നതാണ് ഫ്രീസ് മോഡ്. ഞാൻ എക്സാമിന് പോയി, അവിടെ ചെന്നപ്പോൾ എനിക്ക് പഠിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും എഴുതാൻ തോന്നുന്നില്ല, ഒന്നും വരുന്നില്ല, എൻ്റെ മനസ്സൊക്കെ ആകെ ബ്ലാങ്കായി. അതൊരു ഫ്രീസ് മോഡ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ആൻസൈറ്റി കുട്ടികളിൽ അത് എല്ലാ ഒരു എക്സാം ഫിയർ മാത്രമല്ല, ഏതൊരു ആൻസൈറ്റി ഡിസോർഡേഴ്സിനും ഈ മൂന്ന് പ്രോസസ്സ് നടക്കുന്നുണ്ട് നമ്മളെ ബ്രെയിനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫീലിംഗ്, വറി ആൻഡ് ഫിയർ കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ എക്സാം ഫിയർ ആണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കറിയാം ഒരു 10 ഇയേഴ്സ് 22, അത് ചെറിയ കുട്ടികൾക്കും ഉണ്ട്, അത് എക്സാം ഫിയർ ഉണ്ട്. അത് ഒരു 10-22 ഇയേഴ്സിലൊക്കെ സ്കൂൾ കോളേജസിലൊക്കെ ഭയങ്കര കോമൺ ആണ്. മിക്ക കുട്ടികൾക്കും അത് ഉണ്ടാകും. ആ ഒരു ഫീലിംഗ് വറി, എക്സാമിനെ കുറിച്ചുള്ള ഫീലിംഗ് വറീസ് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഞാൻ ഈ സ്ലൈഡ് ഒന്ന് മാറ്റട്ടെ. ഓക്കെ. ഓക്കെ. സ്റ്റഡീസ് പറയണത് ഒരു 20-40% ഓഫ് സ്റ്റുഡൻസ് ഇതേപോലെയുള്ള സീവിയർ എക്സാം ആൻസൈറ്റി ഉണ്ട്. അതൊരു മോഡറേറ്റ് ടു സീവിയർ. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമുക്കറിയാം, എല്ലാ ഇതും ഇപ്പോൾ ആൻസൈറ്റി ഒരു കുറച്ച് അളവിൽ അതൊരു യൂസ്ഫുള്ളാണ്. നമുക്കിപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രെസ് വന്നു, നമ്മൾ പഠിക്കും, നന്നായിട്ട് പഠിച്ചു പോയി എക്സാം എഴുതും. അതൊരു അക്യൂട്ട് ആൻഡ് മോഡറേറ്റ് ലെവൽ. അത് കൂടുതൽ സീവിയർ ഇതിൽ വരുമ്പോഴാണ് അതൊരു ഡിസോർഡേഴ്സ് ആയിട്ട് മാറുന്നത്. അതൊരു 20-40% ഓഫ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇത് കൂടുതലും ഏത് ടൈമിലാണ്, ബോർഡ് എക്സാംസിനും ഫൈനൽ എക്സാംസിനും യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിലൊക്കെയാണ് അത് കൂടുതലും ആ ഒരു ഫീൽ ഓഫ് വറി വരുന്നത്, ആ ഒരു ആൻസൈറ്റി ഡിസോർഡേഴ്സ് നമ്മൾ കാണുന്നത് കുട്ടികളിൽ. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ആൻസൈറ്റി ഡിസോർഡേഴ്സ് അവർക്കുണ്ട് എങ്കിൽ
ഓക്കെ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആ ഒരു അത്രയും കുട്ടികൾക്ക് ഒരു 40% ഓഫ് കുട്ടികൾക്ക് ആ ഒരു എക്സാം ഫിയർ ഉണ്ടാകും. അത് മോസ്റ്റ് കോമണും ആണ്. ഈ എൻട്രൻസ് എക്സാം ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക്, ബോർഡ് എക്സാംസ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്ക്. ഇപ്പം അങ്ങനെയുള്ള ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികളുടെ അവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, അതേപോലെ പുവർ അക്കാഡമിക് പെർഫോമൻസ്. അവർ എത്ര പഠിച്ചാലും അവർക്കത് ഒരു നല്ല അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റൂല. അപ്പോൾ ഈ ഒരു ആൻസൈറ്റി, അതായത് ഫീലിംഗ് വറി ആൻഡ് ഫിയർ, അത് കൂടുതലാകുമ്പോൾ, മോഡറേറ്റ് ടു സീവിയർ ആകുമ്പോൾ ഈ ഇങ്ങനെയുള്ള എക്സാംസിൽ അവർക്ക് നന്നായിട്ട് എത്ര അവർ പഠിച്ചിരുന്നാലും അത്ര പെർഫോം ചെയ്യാൻ പറ്റൂല. ഇനി നമുക്കൊരു കേസ് സ്റ്റഡി നോക്കാം. ദ ഫിയർ ബിഫോർ എക്സാംസ്. എക്സാമിന് മുമ്പ് ഒരു പേടിയുള്ള ഒരു കുട്ടി, അത് റിയ. അവൾക്ക് 17 ഇയേഴ്സ് ഓൾഡാണ്, ക്ലാസ് 12 പഠിക്കുന്നു. അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചീഫ് കംപ്ലൈൻറ്റ്സ് എന്താണ്? എപ്പോഴും പെർസിസ്റ്റൻറ്റ് വറി ആൻഡ് ഫിയർ ഡ്യൂറിങ് എക്സാം സീസൺ. എക്സാം സീസൺ ആകുമ്പോഴത്തേന് എപ്പോഴും ഒരു പേടിയും ഒരു വറിയുമാണ്. അതിപ്പോൾ 2 ഇയേഴ്സായി അങ്ങനെ നീണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഇയേഴ്സായിട്ട് ആ ഒരു പെർസിസ്റ്റൻറ്റ് വറി ഉണ്ട് അവൾക്ക് എക്സാമിന് പോകുമ്പോൾ. എക്സാമിന് മുമ്പ് ഇത് തുടങ്ങും. എന്തൊക്കെയാണ് അവളുടെ സിംറ്റംസ്? പാൽപിറ്റേഷൻ, സ്ലീപ്ലെസ് നൈറ്റ്സ്, ഉറങ്ങാൻ പറ്റണില്ല, ഈ എക്സാമിന് മുമ്പ് നോസിയ, ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ, കാണിക്കാൻ വരുന്ന പോലെ, അതേപോലെ കരയാൻ തോന്നുന്നു. ആൻഡ് അതൊക്കെ വരുമ്പോൾ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റണില്ല. അവൾ പഠിക്കണതൊക്കെ അവോയ്ഡ് ചെയ്യും. ഒന്നില്ലെങ്കിൽ ബുക്കെടുത്ത് മാറ്റി വെക്കും, അല്ലെങ്കിൽ അസുഖമാണെന്ന് പറയും. അതേപോലെ എല്ലായിടത്തും കൈയും കാലൊക്കെ വിറക്കല്, കരയുന്ന പോലെയുള്ള ഫീലിംഗ്, ഇതെല്ലാം അവൾക്ക് അവരുടെ സിംറ്റംസ് ആണ്. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അതേപോലെ ഫെയിലറാണെന്നുള്ളൊരു പേടി. എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, ഞാൻ ജയിക്കുമോ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയാൽ എൻ്റെ പാരൻസ് എന്ത് വിചാരിക്കും, അവർക്ക് നിരാശ വരുമോ, അങ്ങനെയുള്ള ഒരു വറി. പിന്നെ അതേപോലെ എൻ്റെ ഫാമിലി എക്സ്പെക്റ്റേഷൻസ് ആ ഹൈ. അവർ ഒരുപാട് എന്നിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ടീച്ചേഴ്സാണ് എൻ്റെ പാരൻസ്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസൊക്കെ ഞാൻ ഇല്ലാതാക്കുമോ, ഞാൻ ഫെയിലാകുമോ, ആ ഒരു വറീസ്. പിന്നെ അതേപോലെ ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് എക്സാമിന് മുമ്പ് അവൾക്ക് ഇങ്ങനെയുള്ള ആൻസൈറ്റി സിംറ്റംസ് വരെയാണ്. എപ്പോഴും കൈവിറക്കുക, ഛർദ്ദിക്കാൻ വരിക, എപ്പോഴും കരയാൻ തോന്നുക. അപ്പോൾ ഇതിനു മുമ്പ് അവൾക്ക് ഇതേപോലുള്ളൊരു പ്രീവിയസ് സൈക്കാട്രിക് ഇൽനെസ്സോ മെഡിക്കൽ കണ്ടീഷനോ ഒന്നും ഇതുവരെ ഇല്ല. ഈ ഒരു ആൻസൈറ്റിയാണ് മാത്രമുള്ളത്. ഇതിനു മുമ്പ് അവർ സൈക്കാട്രിക് ഇതിൽ കാണിക്കുകയോ അതേപോലെ മെഡിസിൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാം, നമ്മൾ അങ്ങനെയുള്ള ഒരു കേസ് സ്റ്റഡി നമ്മളുടെ അടുത്ത് വരികയാണ്. അപ്പോൾ നമ്മൾ അവരെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാം നോക്കും. അപ്പോൾ അതിൽ അവളുടെ ടെൻസാണ്, വറീഡാണ്, അതേപോലെ തന്നെ അത് ഇമോഷണൽ ഇതായിട്ട് വരുന്നത്. പിന്നെ ഫിസിക്കലായിട്ട് വരുന്നത് സ്വെറ്റി പാംസ്, കൈയൊക്കെ വിയർത്ത് ഇതാകും, അതേപോലെ വേഗത്തിലുള്ള ഹാർട്ട് ബീറ്റുകൾ. എക്സാമിൻ്റെ ടൈമുകൾ ഒട്ടും എഴുതാൻ പറ്റില്ല, വേഗം വേഗം ഹാർട്ട് ബീറ്റ് ചെയ്യും. അതേപോലെ കൈയൊക്കെ എന്താ സ്വെറ്റ് ചെയ്തിട്ട് വിയർത്തിട്ട് ഫുൾ സ്വെറ്റി പാംസ്, വെള്ളം പോലത്തെ കൈയാണ്, അതുകൊണ്ട് എഴുതാൻ പറ്റൂല, പേന പിടിക്കാൻ പറ്റൂല. പിന്നെ സൈക്കോളജിക്കൽ സിംറ്റംസ് എപ്പോഴും ഉള്ള ഒരു നെഗറ്റീവ് തോട്ട്സാണ്. എന്താകും ഞാൻ, ഇഫ് ഐ മേ ഫെയിൽ ഓർ ഐ വിൽ ഫെയിൽ, ഞാൻ തോൽക്കും, ഉറപ്പായിട്ടും തോൽക്കും, അതേപോലെയുള്ള നെഗറ്റീവ് തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നെ അക്കാഡമിക് പെർഫോമൻസ് ഡ്രോപ്ഡ് ബൈ 50%. അതേപോലെ തന്നെ അവളുടെ അക്കാഡമിക് പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി, പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി. 15% ലാസ്റ്റ് ടേമിനേക്കാളും 15% ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് എക്സാം റിലേറ്റഡ് പെർഫോമൻസ് ആൻസൈറ്റിയാണ് അവൾക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ആൻസൈറ്റിയാണ് അവൾക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ആ ഒരു ആൻസൈറ്റി ഡയഗ്നോസ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അവളെപ്പോഴും വിചാരിക്കുകയാണ്, ഞാൻ തോറ്റു പോകുമോ, ഞാൻ ജയിക്കുമോ,
അങ്ങനെയുള്ള ഒരു അക്കാഡമിക് പ്രഷർ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ പാരൻ്റൽ ആൻഡ് പിയർ കമ്പാരിസൺ. പാരൻസ് എപ്പോഴും പറയാം, അത് കണ്ടില്ലേ, നോക്ക് അയൽവക്കക്കാരെ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിനെ, അവർ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്നുണ്ട്, നീ വാങ്ങിക്കണില്ലല്ലോ, നീ പഠിച്ചാലേ ശരിയാവുള്ളൂ, മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നീ അട്ടർ ഫെയിലർ ആയിരിക്കും. അതേപോലെയുള്ള പാരൻ്റൽ പ്രഷർ, അതേപോലെ കമ്പാരിസൺ. ഓക്കെ. ദെൻ പെർഫെക്ഷനിസ്റ്റ് പ്രഷർ. ചില കുട്ടികൾക്കുണ്ടോ, ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, എല്ലാവരേക്കാളും നല്ല മാർക്ക് എനിക്ക് വേണം, എല്ലാവരേക്കാളും മികച്ച് ഞാൻ നിൽക്കണം, ഞാൻ പെർഫെക്റ്റ്. ആ ഒരു പെർഫെക്ഷനിസം അത് അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിലുള്ളതാണ് ആ കുട്ടികളുടെ. അപ്പം അതും കുറച്ച് മാർക്ക് കിട്ടിയില്ല, ഒന്നോ രണ്ടോ മാർക്ക് കിട്ടിയില്ലെങ്കിലും ഒരു സെക്കൻഡ് പ്ലേസ് വന്നാലും ആ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള കുട്ടികൾക്ക് അതിനെപ്പറ്റി തന്നെ ഇരിക്കുമോ, ഞാൻ പെർഫെക്റ്റ് ആയില്ല, എനിക്ക് ഇത്രയും മാർക്സ് കുറഞ്ഞു, ഞാൻ ഏറ്റവും ഇതിലെത്തിയില്ല, മെച്ചപ്പെട്ടില്ല, ആ ഒരു ഇതിൽ ഉള്ള വറീസ്, ആ ഒരു ചിന്ത. പിന്നെ അതേപോലെ പുവർ സ്റ്റഡി ലൈഫ് ബാലൻസ്. ചില കുട്ടികൾ, അവർക്ക് ചിലപ്പോൾ ഇപ്പം അറിയാം, നമുക്ക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്ത് തരും, ഫോണിൽ ഒരു കൺട്രോളില്ലാത്ത ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ടൈം മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല, അതുകൊണ്ട് സ്റ്റഡിയുടെ ടൈം കുറയുന്നു, സ്റ്റഡി ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കണം എന്നുണ്ട് പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്ക് അത് ഡീവിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് അതിലൊരു കോപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ എനിക്ക് വറീസ് ഉണ്ട്, പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണില്ല, അതിനെ കോപ്പിംഗ് ചെയ്യാൻ പറ്റണില്ല, അതുകൊണ്ടുള്ള ഒരു ഫാക്ടേഴ്സും, ഇതൊക്കെ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ് ഈ കുട്ടി അങ്ങനെ ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആ കുട്ടിക്ക് എങ്ങനെ ഉണ്ടായി, ആ ഒരു ഫാക്ടേഴ്സാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ ലാക്ക് ഓഫ് റിലാക്സേഷൻ ഓഫ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. ചില കുട്ടികൾ സ്പോർട്സിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കും, അപ്പോൾ പഠിക്കാനുള്ള സമയം കിട്ടൂല. അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്, റീൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് പഠിക്കാനുള്ള ഒരു ടൈം ബാലൻസ് കിട്ടണില്ല. അതും പിന്നെ ഒരു റിലാക്സേഷൻ, ചില കുട്ടികൾക്ക് ഉറക്കമില്ല, ആ ഒരു അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, ഗെയിമിംഗ് അഡിക്ഷൻ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് റിലാക്സേഷൻ കിട്ടണില്ല, അതും ഒരു കാരണമാണ്. ലാക്ക് ഓഫ് റിലാക്സേഷൻ ഓർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, അവരുടെ ടൈം വേറൊരു കാര്യങ്ങൾക്കായിട്ട് നീക്കി വെക്കുന്നു. ചിലപ്പോൾ ഗെയിമിംഗ് ആയിരിക്കാം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആയിരിക്കാം, അതുകൊണ്ട് അവർക്കൊരു റിലാക്സേഷൻ അവരുടെ ജീവിതത്തിൽ കിട്ടണില്ല, റിക്രിയേഷണൽ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ പറ്റണില്ല. ഇതെല്ലാം ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സാണ്, ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സ് വരാനുള്ള ഒരു കാരണങ്ങളാണ്. ഇനി എന്താണ് ഇങ്ങനെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് വന്നു, എനിക്ക് എക്സാം ഫിയർ വന്നു, അപ്പോൾ എൻ്റെ എല്ലാ ഫങ്ഷനും, എൻ്റെ ബോഡി ഫങ്ഷനിങ്, ഇമോഷണൽ ഫങ്ഷനിങ്, കോഗ്നിറ്റീവ്, ഫിസിക്കൽ, അക്കാഡമിക്, സോഷ്യൽ, എല്ലാ ഇതിലും അത് ഇമ്പാക്റ്റ് ചെയ്യും, അത് സ്വാധീനിക്കും. എക്സാമ്പിൾ, ഇമോഷണലി എങ്ങനെ അത് സ്വാധീനിക്കും, അത് ഇമോഷണലി നമുക്കെപ്പോഴും പേടിയാണ്, അയ്യോ ഞാൻ പഠിച്ചില്ല, ഞാൻ തോൽക്കും, പിന്നെ അതൊരു ഗിൽറ്റ്, എൻ്റെ പാരൻറ്റിങ് അവരെന്തെല്ലാം പ്രതീക്ഷകളാണ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ അതൊരു ഗിൽറ്റ്, ഞാൻ പഠിച്ചില്ലല്ലോ. പിന്നെ അതേപോലെ ഹോപ്പ്ലെസ്നെസ്സാണ്, എനിക്കൊരു പ്രതീക്ഷയുമില്ല, ഐ ആം നോട്ട് ഇനഫ്, ഐ വിൽ ഫെയിൽ എനിവേ, ഞാൻ എന്തായാലും ഞാൻ തോറ്റുപോകും, ആ ഒരു പ്രതീക്ഷയില്ലായ്മ. ഇനി കോഗ്നിറ്റീവ് ഫങ്ഷനിൽ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്? പുവർ ഫോക്കസ്, ഒരിക്കലും ഇത്രയും ഇതൊക്കെ വന്നു, എപ്പോഴും ഫീൽ വറിയാണ്, അതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ബുക്ക് എടുക്കും, വായിക്കാൻ നോക്കും, പക്ഷേ പറ്റണില്ല. പിന്നെ അതേപോലെ നെഗറ്റീവ് തിങ്കിങ് ആണ്, എനിക്ക് പറ്റൂല, ആ ഒരു ഐ ആം നോട്ട് ഇനഫ്, എനിക്ക് പഠിക്കാൻ പറ്റൂല, ഐ വിൽ ഫെയിൽ, ഇറ്റ് ഈസ് ഫോർ ഷുവർ, അങ്ങനെയുള്ള ചിന്തകൾ, അത് നെഗറ്റീവ് തിങ്കിങ്. പിന്നെ അതേപോലെ ഫിസിക്കലി അവർക്ക് എന്തൊക്കെ ഫങ്ഷനിങ് ഇമ്പാക്റ്റ് ചെയ്യും. ഫിസിക്കൽ ഫങ്ഷനിങ്, എപ്പോഴും ഹെഡേക്ക് ആയിരിക്കും, തലവേദന, ചില കുട്ടികൾക്ക് സ്റ്റൊമക്ക് പെയിൻ, എപ്പോഴും പറയും എനിക്ക് വയറുവേദനിക്കുന്നു, പക്ഷെ നമ്മൾ ഒരു ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു അണ്ടർലൈൻ കോസ് കാണാൻ പറ്റൂല. പിന്നെ അതേപോലെ പുവർ സ്ലീപ്പ്, ഉറങ്ങാൻ പറ്റൂല, എപ്പോഴും ആ വറിയിൽ, ആ ഒരു ഫിയറിൽ അവർ ജീവിക്കും.
ഫിസിക്കലി അവർക്ക് അതിൻ്റെ ഇഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഫിസിക്കലി ഹെഡേക്ക്, സ്റ്റമക് പെയിൻ ആൻഡ് പുവർ സ്ലീപ്പ്. നെക്സ്റ്റ് അക്കാഡമിക്. അക്കാഡമിക്കലി അവർ ഒന്നും റിവിഷനൊക്കെ ചെയ്യാനായിട്ട് വേണം, പക്ഷെ അതൊക്കെ അവർ അവോയ്ഡ് ചെയ്യും. അതേപോലെ അവരുടെ ഗ്രേഡ്സൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. സോഷ്യലി എന്താകും? വിത്ഡ്രോവൽ ഫ്രം പിയേഴ്സ്. അവർക്ക് പിയേഴ്സിനായിട്ട് കൂട്ടുകൂടണമെന്നുണ്ട്, കണക്ട് ചെയ്യണമെന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വേണമെന്നുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ അവർ പിന്തിരിയും. അവർക്ക് ആദ്യം ഈ ഒരവസ്ഥ വരുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, പക്ഷെ പിന്നീട് അവർക്ക് ഈ ഒരു അവസ്ഥ വരുന്നത് മൂലം അവർ പിയേഴ്സ്, അവരുടെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ വിത്ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ ഭയങ്കര ഇറിറ്റബിലിറ്റിയാണ്, എന്ത് കാര്യം ചെയ്യണതിലും ഭയങ്കര ഒരു അനോയൻസ്, ഇറിറ്റബിൾ ഫീലിംഗ്. ഇനി ഇങ്ങനെ ഇങ്ങനെ കേസ് സ്റ്റഡി കുട്ടികൾക്ക് ഇതേപോലെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആയിട്ട് വന്നു. അപ്പോൾ അവരെ എങ്ങനെയൊക്കെ നമ്മൾക്ക് ഇൻ്റർവെൻഷൻ ചെയ്യാം, എങ്ങനെ അവരെ ആ ഒരു മാനേജ്മെൻറ്റ് കൊടുക്കാം, അതൊക്കെ കുറയ്ക്കാനും ആ ഒരു ഫീലിംഗ് ഓഫ് വറിയൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. ഇത് ഒരു എക്സസീവ് വറി ആകുമ്പോൾ എക്സസീവ് വരെ ആകുമ്പോൾ അവരെന്ത് വന്നാലും ഒന്നില്ലെങ്കിൽ കൗൺസിലേഴ്സ്, സ്കൂൾ കൗൺസിലേഴ്സിനെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും. അഥവാ കൗൺസിലിങ്ങിൽ അങ്ങനെയുള്ള ഇത് വരികയാണെങ്കിൽ നമ്മൾ അവരെങ്ങനെ ഹെൽപ്പ് ചെയ്യും, അവരെ നമുക്ക് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യും. ഇത് പറയാം, ഇത് ആൻസൈറ്റി നോർമലാണ്, അതെല്ലാവർക്കും കോമൺ ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 40% ഓഫ് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഇതേപോലെയുള്ള ആൻസൈറ്റി. അപ്പോൾ അത് കുഴപ്പമില്ല, ഇത് നോർമലാണ്, നമുക്കത് ശരിയാക്കാൻ പറ്റും. നമ്മൾ ആദ്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യുക. അവരാ ഒരു സ്റ്റിഗ്മ, എനിക്ക് പഠിച്ചില്ല, ഞാനൊന്നും ആകൂല, ഇനി എൻ്റെ ജീവിതം ഇല്ലാതായി, ആ ഒരു സ്റ്റിഗ്മ അതൊക്കെ നമ്മൾ അവർക്ക് കുറയ്ക്കാൻ പറ്റും. അവരെ ആൻസൈറ്റി നോർമലൈസ് ചെയ്തുകൊണ്ട്, അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ ആ സ്റ്റിഗ്മ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ നമുക്കൊരു തെറാപ്പി ഉണ്ട്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അത് കൂടുതലും അവരുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മൾ കണ്ടു. ഇപ്പം തന്നെ അവരെപ്പോഴും ചിന്തിക്കലാണ്, എനിക്ക് പറ്റൂല, ഇത് പറ്റൂല, എനിക്ക് പഠിക്കാൻ പറ്റൂല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, എൻ്റെ പാരൻ്റൽ എക്സ്പെക്റ്റേഷൻസ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അവരെ ഞാൻ നിരാശപ്പെടുത്തേണ്ടി വരും. ആ ഒരു ചിന്തകളുള്ള കുട്ടികളെ നമുക്ക് അവരുടെ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി വഴി അവരുടെ തോട്ട്സുകളൊക്കെ ചലഞ്ച് ചെയ്തിട്ട്, അത് കൂടുതലും ഇറാഷണൽ തോട്ട്സ് ആണ് അവർക്കുള്ളത്, നെഗറ്റീവ് തോട്ട്സ് ആണ്. ആ തോട്ട്സിനെ നമ്മൾ ചലഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് നീ പഠിച്ചിട്ടുണ്ടല്ലോ, നീ ഇതുവരെ ആയത് നീ ജയിച്ചത് കൊണ്ടല്ലേ, നിനക്കത് പറ്റുമല്ലോ, അത് അങ്ങനെ ആ തോട്ട്സിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൊണ്ടുവന്ന് ഈ CBTയിലൂടെ നമുക്ക് ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവർക്ക് കൂടുതലും ഈ ഫീലിംഗ് വറീസ് ഇതൊക്കെ വരുമ്പോൾ അവർക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, അവർക്ക് ബ്രീത്ത് ചെയ്യാൻ പറ്റൂല, ഛർദ്ദിക്കാൻ വരും, ഓക്കാനം വരും, പിന്നെ സ്റ്റൊമക് പെയിൻ വരും. ആ ഒരു ഇതൊക്കെ നമ്മൾ അവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ എക്സാമിന് മുമ്പ് അല്ലെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ അവർക്കൊരു ട്രെയിനിങ്, റിലാക്സേഷൻ ട്രെയിനിങ് എന്നാണ് നമ്മളത് പറയണത്. അത് ബീയിങ് ഇൻ ദ പ്രസൻറ്റ്, ഇപ്പോൾ അവരാ വറിയിൽ നിന്ന് അവരെ മടക്കി കൊണ്ടുവന്ന് ഇപ്പോഴുള്ള ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക്, ഇപ്പോഴുള്ള ബീയിങ് വിത്ത് ദ പ്രസൻറ്റ്, ഇപ്പോഴത്തെ ആ ഒരു പ്രസൻറ്റ് അവസ്ഥയിലേക്ക് അവർക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ റിലാക്സേഷൻ ട്രെയിനിങ്, റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കും. എക്സാമ്പിൾസ് ഡീപ്പ് ബ്രീത്തിങ്, ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് പറയും, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറയും, നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഒരു കുറച്ച് നേരം ബ്രീത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ആ ഒരു ബ്രീത്തിങ് ടെക്നിക്സ് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. അവർക്ക് അങ്ങനത്തെ ഒരു ഫീൽ വരുന്ന ടൈമിലൊക്കെ ഇത് ചെയ്യാൻ പറയും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഓക്സിജൻ എല്ലായിടത്തും വരാനും ബ്രെയിനിലൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യാനും, അതേപോലെ നമ്മളുടെ ഒരു ഫീലിംഗ് കാംനെസ്, നന്നായിട്ട് കാം ഫീലിംഗ് വരും. അവർക്കിപ്പോൾ ഭയങ്കര ഇറിറ്റബിലിറ്റിയാണ്, അനോയൻസ് ആണ്, അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമുക്ക് ഡീപ്പ് ബ്രീത്തിങ് കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഒരു കാം ഫീലിംഗ്, അവർ നന്നായിട്ട് റിലാക്സ് ചെയ്തിട്ട് ആ ഒരു വറീസൊക്കെ ഇല്ലാതെ നമ്മളുടെ മുമ്പിലിരിക്കും. അതേപോലെ തന്നെ എക്സാം ഹാളിലും അവർ കാമായിട്ട് മാറും. അതൊരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്കാണ്.
പിന്നെയുള്ളതാണ് പാരന്റൽ കൗൺസിലിംഗ്. ഇപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരിക്കാം വീട്ടിൽ നിന്ന്. നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് നല്ല ഗ്രേഡ് കിട്ടണം, അവരെ കണ്ടില്ലേ ഇവരെ കണ്ടില്ലേ, നന്നായിട്ട് ജോലി കിട്ടേണ്ടതാണ്, അത് വേണം ഇത് വേണമെന്ന് പാരന്റൽ പ്രഷർ ഉണ്ടാവും കുട്ടികൾക്ക്. അപ്പോൾ അവരെ എക്സ്പെക്റ്റേഷൻ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പറയിൽ നമ്മളിപ്പോൾ തന്നെ കണ്ടു. അതൊക്കെ ഫാക്ടേഴ്സാണ്, കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സാണ് പാരന്റൽ പ്രഷർ. അപ്പോൾ ആ പ്രഷർ ഇല്ലാതിരിക്കാൻ അവരെന്ത് ചെയ്യണം? പാരൻറ്റിനെയും കൂടി നമ്മൾ കൗൺസിലിംഗ് ചെയ്യണം. അവർക്ക് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്, അവരുടെ അടുത്ത് ഇങ്ങനെ എപ്പോഴും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, അവരെ കൂടുതൽ വറി ചെയ്യേണ്ടതില്ല. അവർക്ക് അവരുടേതായ പാരൻ്റൽ കൗൺസിലിംഗ് നമ്മൾ ചെയ്തു കൊടുക്കും. അവരുടെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കുറച്ച് കൊണ്ടുവരാനും ഇത് എല്ലാം ഇതൊക്കെ നോർമലൈസ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കൗൺസിലേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ടൈം മാനേജ്മെൻറ്റ്, ഈ കുട്ടികൾക്ക് കൂടുതലും അവരെ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് നമ്മൾ കണ്ടു. അവർക്ക് പഠിക്കാൻ സമയം കിട്ടാനുള്ള വേറെ കാര്യങ്ങൾക്ക് അവർക്ക് ടൈം പോണ്. അപ്പോൾ അതൊക്കെ വരാനായിട്ട് നമുക്കൊരു ടൈം മാനേജ്മെൻറ്റ്, ജേണൽ റൈറ്റിംഗ്, അവരെ സ്റ്റഡി പ്ലാനിങ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്രിയേറ്റർ റിയലിസ്റ്റിക് ഷെഡ്യൂൾസാണ്. രാവിലെ എഴുന്നേൽക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, ഫുഡ് കഴിക്കുക, പിന്നെ ഇത്ര ടൈമിൽ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കുക, പിന്നെ അതനുസരിച്ച് നമ്മളുടെ ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ട് നമ്മളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ കുറച്ച് നേരം ചെയ്യുക. അങ്ങനെ അവർ ഒരു ടൈം മാനേജ്മെൻറ്റും സ്റ്റഡി പ്ലാനിങ് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഇനി ഈ കുറച്ച് ഒരു 6 സെഷൻസൊക്കെ, അല്ലെങ്കിൽ വേണ്ട ഒരു 2, 3 സെഷൻസ് കഴിയുമ്പോഴും തോറും കുട്ടികൾക്ക് അവരെ ലൈഫ് സ്റ്റൈൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ സ്ലീപ്പ് ആൻഡ് ഫോക്കസ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇമ്പ്രൂവ്ഡ് സ്ലീപ്പ് കിട്ടും. അവരെ ആൻസൈറ്റി ഒക്കെ എക്സാമിന് മുമ്പ് കുറയ്ക്കാൻ പറ്റും നമ്മൾക്ക്. അതേപോലെ അടുത്ത ടൈമിൽ നല്ല മാർക്സ് അച്ചീവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനും ഉപരി അവർക്കൊരു കോൺഫിഡൻസ് വരുത്താനും അതേപോലെ പോസിറ്റീവ് സ്റ്റഡി ഹാബിറ്റ്സ് ചെയ്യാനൊക്കെ കൗൺസിലേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ആ റിയയുടെ കേസ് നോക്കി, എന്താണ് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. എക്സാമിന് വരുന്നതിന് മുമ്പ് കുറേ ഫിസിക്കൽ സിംറ്റംസ് കണ്ടു, ഇമോഷണൽ സൈക്കോളജിക്കൽ സിംറ്റംസ് കണ്ടു. അങ്ങനെയുള്ള ആ കേസിൽ നമ്മൾക്ക് എന്താണ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആണെന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. അത് ഈ സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതൊരു എക്സാം ഫിയർ ആണ്. അത് ആൻസൈറ്റി ഡിസോർഡേഴ്സിലുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യമേ ഇതറിയുമ്പോൾ തന്നെ നമുക്ക് ഇൻ്റർവെൻഷൻസ്, അത് മാനേജ് ചെയ്യാനുള്ള ഇൻ്റർവെൻഷൻസ് നേരത്തെ തന്നെ കൂട്ടിക്കൊടുക്കാം. പിന്നെ അതേപോലെ ഒരു സപ്പോർട്ടീവ് എൻവയൺമെൻറ്റ് ആ കുട്ടിക്ക് കൊടുക്കാം. എന്തൊക്കെ കോപ്പിംഗ് സ്കിൽസാണ്, ഇങ്ങനെ ഒരു അവസ്ഥ നിനക്ക് വരുമ്പോൾ റിയാക്ക് എന്താണ്, ആ ഒരു കോപ്പിംഗ് സ്കിൽ എങ്ങനെ ചെയ്തുകൊണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഈ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ഒക്കെ കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ അക്കാഡമിക് ലെവലിലൊക്കെ എങ്ങനെ അത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ എങ്ങനെ കൂടുതലായി കൊണ്ടുവരാമെന്നൊക്കെ ആ കുട്ടീനെ നമ്മൾക്ക് ഏർലി ഇൻ്റർവെൻഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കാം. അതേപോലെ നല്ല അവര് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി അവരെ എംപത്തറ്റിക്കലായിട്ട് ഇതൊരു നോർമൽ വേ ആണ്, ഇത് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്, ഇത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരാം. ആ ഒരു മാനേജ്മെൻറ്റ് കൊടുത്തിട്ട് കുട്ടികളെ നമുക്ക് വളരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവരെ നമ്മൾ എംപതി ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ. ഇനി കുട്ടികൾക്ക് എന്താണ് വേണ്ടത്? ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് നമുക്ക് കൊടുക്കാൻ പറ്റും? പാരൻസിനും കൊടുക്കാൻ പറ്റും, കൗൺസിലേഴ്സിനും കൊടുക്കാൻ പറ്റും. ഈ സ്കൂൾ കൗൺസിലേഴ്സ് ആൻഡ് ടീച്ചേഴ്സിനും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവർക്കൊരു സ്ട്രക്ചേർഡ് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കുക. ഇന്ന ടൈമിൽ എഴുന്നേൽക്കുക, ഇത്ര ടൈം പഠിക്കുക, ഇത്ര ടൈം നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇത്ര ടൈമിൽ ചെയ്യുക. അങ്ങനെ ഓരോ 1 hour അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ പഠിക്കുക,
ആദ്യം സിമ്പിളായിട്ടുള്ളത് പഠിക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ പഠിച്ച് ആ ഒരു മൈൻഡ്ഫുൾനെസ്സോടുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും സ്ലോലി സ്ലോലി പഠിക്കുക. ഒരു സ്ട്രക്ചേർഡ് ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കണം. അതേപോലെ റിലാക്സേഷൻ ടെക്നിക്സ് ഞാനിപ്പോൾ പറഞ്ഞു. ഡീപ് ബ്രീത്തിങ് മെഡിറ്റേഷനൊക്കെ കുട്ടികൾക്ക് ചെയ്ത് പഠിപ്പിച്ച് കൊടുക്കുക. ആ കോപ്പിംഗ് സ്ട്രാറ്റജീസ് സ്റ്റുഡൻസിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അതേപോലെ എപ്പോഴും ഉറക്കം നന്നായിട്ട് ഉറങ്ങണം. ആ കുട്ടികൾ 8 hours ഉറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ബ്രേക്സുകൾ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 2 hours 4 hours ഒക്കെ പഠിക്കുകയല്ല. അതിന് ഇടയ്ക്കിടയ്ക്ക് 30 മിനിറ്റ്സ് പഠിക്കുക, എന്നിട്ടൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കുക. അങ്ങനെ ബ്രേക്ക് എടുത്ത് നന്നായിട്ട് പഠിക്കാൻ പറയണം. അതേപോലെ അവരെ വറീസ് കുട്ടികൾക്ക് ഇപ്പോൾ വറീസ് ഉണ്ട്, എനിക്ക് ഈ സബ്ജക്റ്റ് ബുദ്ധിമുട്ടാണ്, എനിക്ക് പഠിക്കാൻ പറ്റൂല, ഞാനത് തോറ്റു പോകും. അത് കൗൺസിലേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്തോ പാരൻസിൻ്റെ അടുത്തോ അവർ ഡിസ്കസ് ചെയ്യണം, ചർച്ച ചെയ്യണം അത്. പിന്നെ അതേപോലെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്നത് അത് എന്തായാലും പാരൻസ് അവോയ്ഡ് ചെയ്യണം. ഈവൻ ടീച്ചേഴ്സ് അവർക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ, ഇവർക്ക് നല്ല മാർക്ക് കിട്ടിയില്ലേ, നിനക്ക് എന്താ പറ്റാഞ്ഞ്, ആ ഒരു കമ്പയറിങ് അത് ഫുള്ളായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കുട്ടികളുടെ പേഴ്സണൽ ഗ്രോത്തിനാണ് നമ്മൾ ഫെയിലർ ആയിക്കോട്ടെ, അതും ഒരു ലേണിംഗ് ആണ്. ഫെയിലർ ആയിക്കോട്ടെ, നമുക്കിനിയും ട്രൈ ചെയ്യാമല്ലോ, അത് ലേണിംഗ് ആണ്. നീ വീണ്ടും വീണ്ടും ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിൻ്റെ പേഴ്സണൽ ഗ്രോത്താണ് അതെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ മാർക്സിലോ അക്കാഡമിക് പെർഫോമൻസിനോ അല്ല. നല്ല ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതേപോലെ അവരുടെ പേഴ്സണൽ ഗ്രോത്തും നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇനി ടീച്ചേഴ്സിൻ്റെ പാരൻസിൻ്റെ റോൾ എന്താണ് ഇതിൽ? നമ്മൾക്ക് ആ കുട്ടിക്ക് നമ്മളുടെ കുട്ടികൾ അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമുക്ക് വേണം. അവർ എക്സാമിന് ഇപ്പോൾ വളരെ ആൻസൈറ്റി ഉണ്ട് അവർക്ക്, അവർ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട, അവർക്ക് വറീസ് ഉണ്ട്. ആസ് എ പാരൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടികളുടെ ആ ഒരു ആൻസൈറ്റി ഫീലിംഗ്. നമ്മൾക്കറിയാം കൂടുതൽ വരുന്ന കേസസുകൾ എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികൾ ഡിപ്രസീവ് മൂഡിലേക്കൊക്കെ പോണത്. അവർക്ക് അവിടെ സഹായിക്കാൻ അവരെ പാരൻസ് ഉണ്ടാവില്ല, ടീച്ചേഴ്സ് ഉണ്ടാവില്ല, ഫ്രണ്ട്സ് ഉണ്ടാവില്ല. ആ ഒരു ഇതിൽ അവർ അട്ടർ ഡിപ്രഷനിലും സൂയിസൈഡ് അറ്റംപ്റ്റ്സിലൊക്കെ പോണത് നമ്മൾ കാണാറുണ്ട്, ന്യൂസുകൾ കേൾക്കാറുണ്ട്. അങ്ങനെ കുറേ കേസസ് നമ്മളും കാണുന്നുണ്ട്. അപ്പോൾ ഈ അവരുടെ ഒരു ഏർലി സയൻസ് ഓഫ് എക്സാം ആൻസൈറ്റി ആസ് എ പാരൻറ്റ് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ ടീച്ചേഴ്സിന് കൂടുതൽ ഒരു റോളുണ്ട്. കുട്ടിയുടെ മാനസികാവസ്ഥ, അവരെ പഠിക്കണ ഗ്രേഡ് കുറഞ്ഞു പോയാൽ അത് എന്താണെന്ന് അവർ അന്വേഷിച്ചത് മനസ്സിലാക്കണം. അതേപോലെ എൻകറേജ്മെൻറ്റ്, പ്രഷർ ചെയ്യണതിന് പകരം നമ്മൾ ഓഫർ എൻകറേജ്മെൻറ്റ് റാദർ ദാൻ പ്രഷർ കൊടുക്കുകയല്ല വേണ്ടത്, അവരെ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക, അവർക്ക് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക. പിന്നെ പ്രൊവൈഡ് ഇമോഷണൽ സേഫ്റ്റി ആൻഡ് ആക്സെപ്റ്റൻസ്. അവരെ ഇമോഷണൽ സേഫ്റ്റി, അവർ ഡിപ്രഷനിലേക്ക് പോകണ്ടോ, അവർ ലോ മൂഡിലാണോ, അവർക്ക് അവരുടേതായ ഹാപ്പിനെസ് കിട്ടണ്ടോ, അവർ എൻജോയ് ചെയ്യണ്ടോ, ആക്ടിവിറ്റീസ് അവരെ എൻജോയ് ചെയ്യണ്ടോ, മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർ ഇൻവോൾവ് ചെയ്യണ്ടോ എന്നൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ കൂടുതലും ഫ്രണ്ട്ഷിപ്പൊക്കെ ഒഴിവാക്കും, വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ നോക്കും, സ്കൂൾ അവോയ്ഡ് ചെയ്യാൻ നോക്കും, പഠന കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുക്കാതെ എല്ലാം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അപ്പം അങ്ങനെയുള്ളവരെ ഇമോഷണൽ സേഫ്റ്റി, അവർ ഇമോഷൻസൊക്കെ നമ്മളറിയും, അവർ എന്താണിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വറിയാണോ ഫിയറാണോ, എങ്ങനെയാണ് അവർ പോകുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി അവർക്കത് ആ ആക്സെപ്റ്റൻസ് മനസ്സിലാക്കി നമ്മൾ അവർക്ക് നല്ലൊരു ഇമോഷണൽ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ എൻകറേജ് ഹോബീസ്. നമ്മൾക്കറിയാം പഠിക്കാൻ എക്സാമുള്ള ടൈമിൽ കുട്ടികൾക്ക് ഫുൾ പഠനം മാത്രമാണ്, അവർ വേറൊരു കാര്യത്തിലൊന്നും ഇത് ചെയ്യൂല. അവരൊരു കിട്ടുന്ന ചില ഹോബീസ്, അവർക്ക് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങൾ, അതൊക്കെ അവർ മറന്നു പോകും. പക്ഷേ അതിനൊപ്പം തന്നെ ഈ പഠനത്തോടൊപ്പം തന്നെ അവരുടെ ഹോബീസിലും നമ്മൾ എൻകറേജ് ചെയ്യണം. ഒരു ബാലൻസ്ഡ് റൂട്ടീൻസ് കൊണ്ടുവരണം, എല്ലാം കൂടിയും ബാലൻസ് ചെയ്തിട്ട്. അതായത് പഠനം മാത്രമല്ല, അവരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, സ്ലീപ്പ് പാറ്റേൺ, പിന്നെ അതേപോലെ ഫുഡ് ഇൻടേക്ക്, ഹോബീസ്, അതെല്ലാം ബാലൻസ് ചെയ്തിട്ട് ഒരു റൂട്ടീൻ, അവർക്കൊരു ബാലൻസ്ഡ് റൂട്ടീൻ എൻകറേജ് ചെയ്യണം. അതേപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൗൺസിലേഴ്സായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്ത് സംസാരിക്കണം.
കൂടുതലും ഈ സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക്ഷോപ്പുകളും സ്ട്രെസ് മാനേജ്മെൻറ്റൊക്കെ വർക്ക്ഷോപ്പ് സ്കൂൾസിലും കോളേജസിലൊക്കെ നടത്തണം. അതോടുകൂടി നമുക്കൊരു അവെയർനെസ് കൊടുക്കാം കുട്ടികൾക്ക്. നിങ്ങൾ ഇതിലൂടെയാണ് കടന്നു പോണത്. നിങ്ങൾക്ക് ഇപ്പോൾ ആൻസൈറ്റി എന്നുള്ളൊരിതാണ്. അതിൽ നിന്ന് നമുക്ക് അത് മാനേജ് ചെയ്തിട്ട് അത് പുറത്ത് വരാൻ പറ്റും. ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്പുകളൊക്കെ ഇതേപോലെ സ്കൂൾസിലും കോളേജസിലൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യണം കുട്ടികൾക്ക് അവെയർനെസ്സിന് വേണ്ടിയിട്ട്. അതേപോലെ ടൈം മാനേജ്മെൻറ്റും റിലാക്സേഷനൊക്കെ ഈ കരിക്കുലം ബേസിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പ്, പിയർ സപ്പോർട്ട് ഗ്രൂപ്പ്, ഫ്രണ്ട്സിൻ്റെ ആവശ്യമുണ്ട്. ഇങ്ങനെ ഒരു കുട്ടി ഒരു പിയർ ഗ്രൂപ്പാണ്, അതിലൊരു കുട്ടി ലോ മൂഡായിട്ട് പോവുകയാണ്, ആളൊന്നിനും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ ആ ഒരു സപ്പോർട്ട്, ആ ഗ്രൂപ്പിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ആ കുട്ടിക്ക് കിട്ടിയിരിക്കണം. അതേപോലെ തന്നെ ക്രിയേറ്റ് എ പോസിറ്റീവ് എൻവയൺമെൻറ്റ് വെയർ ഫെയിലർ ഈസ് സീൻ ആസ് ലേണിംഗ്. ഇതൊരു ഇപ്പോൾ തോറ്റാലും അതൊരു ലേണിംഗ് ആണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന വാക്കല്ല. നമ്മൾക്ക് ഇനിയും പഠിക്കാം, ഇനിയും വളരാം. അത് ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കുട്ടികൾക്ക് ഒരു പോസിറ്റീവ് എൻവയൺമെൻറ്റ് കുട്ടികൾക്ക് വരുത്തണം. ഞാൻ ഫെയിലായിപ്പോയോ, എനിക്ക് ഇനി ജീവിതമില്ല, ഞാൻ എല്ലാത്തിലും ഫെയിലായി, എൻ്റെ കോളേജിൽ ഞാൻ ഫെയിലായപ്പോൾ എൻ്റെ ജീവിതം തന്നെ ഫെയിലായി എന്നുള്ള ആ നെഗറ്റീവ് തോട്ടിൽ നിന്ന് ഒരു പോസിറ്റീവ് തോട്ട് അവർക്ക് വരുത്തണം. ഇത് ഫെയിലറും ഒരു ലേണിംഗ് ആണ്. നമ്മൾ ഫെയിലറിലൂടെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിൾസ് കുറേ നമുക്കറിയാം. എഡിസൻ്റെ, തോമസ് ആൽവ എഡിസൻ്റെ സ്റ്റോറി, അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറയാം. ആളൊരു 2000 ടൈംസിലാണ് ബൾബ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഓരോ തവണ ശ്രമിക്കുന്തോറും ഓരോ ഫെയിലറായിട്ട് വന്നു. എന്നാലും വീണ്ടും ട്രൈ ചെയ്തു, വീണ്ടും ഫെയിലായി. അങ്ങനെ ഒരു 2000 ടൈം ചെയ്തിട്ടാണ് ആള് വലിയ ഒരു ഇൻവെൻഷൻ നമുക്ക് തന്നത്. ലോകം മനുഷ്യരാശി മുഴുവൻ ഇമ്പ്രൂവ് ആക്കാനുള്ള കംഫർട്ടബിൾ ലിവിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരിത് നമ്മൾക്ക് കണ്ടെത്തി തന്നത്, ബൾബ് കണ്ടെത്തിയത്. അപ്പം അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ കുട്ടികൾക്ക് നമുക്ക് ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് ഇന്ന് മനസ്സിലാക്കിയത്? നമുക്കറിയാം, അത് എക്സാം ഫിയർ ഈസ് കോമൺ ആണ്, അത് സാധാരണയാണ്. ഏതൊരു വറീസും പോലെ തന്നെ ഇതും ഒരു ചെറിയ വറിയാണ്. പക്ഷെ അത് എക്സസീവ് ആകുമ്പോഴാണ് അത് പ്രോബ്ലം ആകുന്നത്, പാനിക് അറ്റാക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് കോമൺ ആണ്, പക്ഷെ നമുക്കത് മാനേജബിൾ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാം കുട്ടികളെ. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. പിന്നെ അതേപോലെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഫാമിലി, ടീച്ചേഴ്സ് ആൻഡ് കൗൺസിലേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ട്രീറ്റബിൾ ആണ്. നമുക്ക് തെറാപ്പി കൊടുക്കാം, കുട്ടികൾക്ക് സെൽഫ് ഹെൽപ്പ് കൊടുക്കാം. ഇത് നമുക്ക് മാനേജ് ചെയ്യാം. അതൊരു വലിയ ഒരു മാനസികാവസ്ഥയോ വലിയ ഒരു അസുഖമൊന്നുമല്ല. ഇത് നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ പ്രൊമോട്ട് മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ഇൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. ഇപ്പോൾ സ്കൂളിൽ ഇങ്ങനെയുള്ള അവെയർനെസ്സൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പൊക്കെ എപ്പോഴും ടീച്ചേഴ്സ് അല്ലെങ്കിൽ പുറമേ നിന്ന് കൗൺസിലേഴ്സ് കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ കുട്ടികൾക്ക് അവെയർനെസ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ എക്സാം ഫിയറിനുള്ള ഇതും അതിൻ്റെ മാനേജ് ചെയ്യണതും കോസസും എന്തെല്ലാം അത് ഇഫക്റ്റ് ചെയ്യുന്നു, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ സെഷനിലൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിൽ ഇത് ഇത്രയും ഒരു പറഞ്ഞതിൽ ഒരു ഫൈനൽ വാക്കാണ്. നമുക്കറിയാം, സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലർ ഈസ് നോട്ട് ഫാറ്റൽ. അതായത് എപ്പോഴും ഫൈനലല്ല, വിജയം എന്നുള്ളത് ഫൈനലല്ല. അത് ഫെയിലർ എന്ന് പറയുന്നത് ഫാറ്റലും അല്ല, വളരെ ഫാറ്റൽ ഇതായിട്ട് നമ്മൾ കാണുകയും വേണ്ട. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. ഇത് നമ്മളുടെ കറേജാണത്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളെ മനസ്സിന് ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം. സക്സസ് അത് ഫൈനലല്ല, ഫെയിലറും ഉണ്ടാകാം. ആ ഒരു കറേജസ് ഇതിൽ നമ്മളെ മനസ്സ് കണ്ടിന്യൂ ചെയ്ത് വരുത്തണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഫെയിലർ ഒരു ലേണിംഗ് ആണ്, ഒരിക്കലും അതൊരു ഫൈനൽ വാക്കല്ല. അതേപോലെ സക്സസ്സും അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഒരു സെഷനിലൂടെ നമ്മൾ എന്താണ് എക്സാം വറി, എന്താണ് ഫിയർ, എന്താണ് ആൻസൈറ്റി, അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്രദമായെന്ന് വിചാരിക്കട്ടെ. എന്തെങ്കിലും
ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു സെഷൻ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഒന്നുമില്ലെങ്കിൽ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു 5 മിനിറ്റും കൂടി. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്കിത് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇതേപോലുള്ള വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്.